നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിൽ വൻ ഹിറ്റാണ്. ജനങ്ങൾ ഇരു കൈ നീട്ടിയാണ് ഇതിനെ സ്വീകരിച്ചത്. കേന്ദ്രത്തിന്റെ ഈ നീക്കം തങ്ങൾക്ക് തലവേദനയാകുമെന്ന് മുൻകൂട്ടി കണ്ട് ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ ഭാരത് അരിക്ക് ബദലായി കെ റൈസ് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ സർക്കാർ. ഭാരത് അരിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയൊരു വിവരം, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ച് ഭാരത് അരി വിതരണം ചെയ്യുവാനിരിക്കുകയാണ്. അരി വിതരണം നടക്കുന്നത് മൊബൈൽ വാനുകൾ ഉപയോഗിച്ചാണ്. വിൽപ്പന എല്ലാ ദിവസവും വൈകിട്ട് 2 മണിക്കൂർ നേരം നടക്കും. അടുത്ത 3 മാസത്തേക്ക് പരീക്ഷണ അടിസ്ഥാനത്തിലായിരിക്കും റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഭാരത് അരി വിതരണം നടക്കുന്നത്. ഭാരത് അരി, ഭാരത് ആട്ട എന്നിവയാകും വിതരണം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അരി വിതരണത്തിന് റെയിൽവേ പാസഞ്ചർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൊതുവിതരണ വകുപ്പിന് അനുമതി നൽകിയിരിക്കുകയാണ്. അരി വിതരണത്തിനായുള്ള മൊബൈൽ വാനുകൾ എവിടെ പാർക്ക് ചെയ്യണമെന്ന കാര്യത്തിൽ അതത് ഡിവിഷണൽ ജനറൽ മാനേജറാകും തീരുമാനമെടുക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ അരി വിതരണത്തിന് പ്രത്യേക ലൈസൻസോ തുകയോ ഈടാക്കില്ല. എന്നാൽ അരി വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പോ വീഡിയോ പ്രദർശനവും ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഭാരത് അരി വിൽപ്പനയ്ക്ക് കൃത്യമായ ഇടമില്ല എന്ന പരാതി വളരെ ശക്തമാകുകയാണ്. അതിനിടയിലാണ് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന തുടങ്ങുന്നത്. ഭാരത് അരി കിലോയ്ക്ക് 29 രൂപയ്ക്കും ഭാരത് ആട്ട 27.50 രൂപയ്ക്കുമാണ് വിൽക്കുന്നത്. തുടക്കത്തിൽ കിട്ടിയ പ്രാധാന്യം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നഷ്ടമായ സാഹചര്യത്തിലാണ് റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഭാരത് അരി വിതരണം തുടങ്ങിയിരിക്കുന്നത്. പൊതുവിപണിയിൽ കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ ഭാരത് അരി പുറത്തിറക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം അത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ധാന്യങ്ങളുടെ ചില്ലറ വിൽപ്പന വിലയിൽ 15% വർധനയുണ്ടായ സാഹചര്യത്തിലാണ് ആശ്വാസമായി കേന്ദ്രത്തിൻ്റെ പുതിയ തീരുമാനം വന്നത്. 5 കിലോ 10 കിലോ പാക്കറ്റുകളിലായിരുന്നു അരി വിപണിയിൽ വിറ്റത്. ഡൽഹിയിലെ കർത്തവ്യ പതിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രി പീയൂഷ് ഗോയലാണ് ഭാരത് അരി ഔദ്യോഗികമായി പുറത്തിറക്കിയത്. ഓപ്പൺ മാർക്കറ്റ് സ്കെയിൽ സ്കീം വഴി ഉപഭോക്താക്കൾക്ക് ഒരേ നിരക്കിൽ അരി വിതരണം ചെയ്തതിൽ മികച്ച പ്രതികരണം കിട്ടി. ഇതേ തുടർന്നാണ് അരിയുടെ ചില്ലറ വിൽപ്പനയ്ക്കും കേന്ദ്രം തയ്യാറായത്. ബിജെപിയുടെ ഭാരത് അരി വിതരണത്തിൽ പ്രതികരിച്ച് മന്ത്രി GR അനിൽ രംഗത്ത് വന്നിരുന്നു. ഭാരത് അരിയിലൂടെ രാഷ്ട്രീയം കാണിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്നും ഇത് അല്പത്തരമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. 14,000 കടകളിലും പ്രധാനമന്ത്രിയുടെ ചിത്രം വയ്ക്കണമെന്നാണ് പറയുന്നതെന്നതടക്കമുള്ള വിമർശനമായിരുന്നു മന്ത്രി GR അനിൽ ഉന്നയിച്ചത്. ഇതേ അരി തന്നെയാണ് വില കുറച്ച് നമ്മൾ നൽകുന്നത്. ഫെഡറൽ സംവിധാനത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് കേന്ദ്രത്തിൽ നിന്നുണ്ടാകുന്നത്. അരിയിൽ മോദിയുടെ ചിത്രം വയ്ക്കണോ എന്നത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.